ഇനി കണ്ണൂർ കരിക്കോട്ടക്കരയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന കഴിഞ്ഞ ദിവസം ചെരിഞ്ഞിരുന്നു. ആനയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. പടക്കം പൊട്ടിയ ആനയുടെ നാവിന്റെ മുൻഭാഗം അറ്റ നിലയിലും കീഴ്ത്താടി തകർന്ന് വേർപെട്ട നിലയിലുമായിരുന്നു. താടിയിലെ പഴക്കം ചെന്ന മുറിവിൽ നിന്നുള്ള അണുബാധ രക്തത്തിൽ വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. മസ്തിഷ്കത്തിലും രക്തസ്രാവം ഉണ്ടായിരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഫെലിക്സ് പുളിക്കൽ വിവരങ്ങളുമായിട്ട്. ഫെലിക്സ്, ഇന്നലെയാണ് ഈ ആനയെ പിടികൂടുന്നതും പരമാവധി തന്നെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നത്. പക്ഷേ മണിക്കൂറുകൾക്കിപ്പുറം അതിലെ ജീവൻ നഷ്ടമാവുകയായിരുന്നു. എന്തൊക്കെ വിവരങ്ങളാണ് പോസ്റ്റ്മോർട്ടത്തിലുള്ളത്? മന്ത്രി പറഞ്ഞിരുന്നു ഇത് മനുഷ്യൻ ബോധപൂർവ്വം നടത്തിയ ഒരു കുറ്റകൃത്യമാണ്. ആ രീതിക്കുള്ള അന്വേഷണവും നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ദിവിഷ, അല്പം മുമ്പാണ് ഈ 3 വയസ്സ് പ്രായമുള്ള കാട്ടാനയുടെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായത്. ആ പോസ്റ്റ്മോർട്ടത്തിലാണ് ഈ കാട്ടാനയുടെ ഈ വായിൽ പടക്കം പൊട്ടി അതിൻ്റെ നാവിൻ്റെ ഒരു ഭാഗം അറ്റുപോയ നിലയിലായിരുന്നു. ഒപ്പം തന്നെ കീഴ്ത്താടിയല് തകർന്ന് വേർപെട്ട നിലയിലും ഈ പടക്കം ചെന്ന ഈ താടിയലിൻ്റെ അവിടെ ഉണ്ടായിരുന്ന പരിക്കിൽ നിന്നും അണുബാധ രക്തത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ മസ്തിഷ്കത്തിലും രക്തസ്രാവം ഉണ്ടായി. അങ്ങനെയാണ് മരണം സംഭവിച്ചത് എന്നാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. ആനയുടെ ജഡം സംസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്ങനെ ഇത് സംഭവിച്ചു എന്നതാണ്. മനുഷ്യൻ ബോധപൂർവം നടത്തിയ കുറ്റകൃത്യമെന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. അതുകൊണ്ട് ആരാണ് ഈ പന്നിപ്പടക്കം സൂക്ഷിച്ചത് അല്ലെങ്കിൽ പന്നിപ്പടക്കം ആനയ്ക്ക് കെണിയായി വെച്ചത് എന്നാണ് അറിയേണ്ടത്. അക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ആറള ഫാം കേന്ദ്രീകരിച്ച് ഏതെങ്കിലും തരത്തിൽ പന്നിപ്പടക്കം കൂടുതലായി വെച്ചിട്ടുണ്ടോ എന്നറിയാൻ ബോംബ് സ്ക്വാഡിൻ്റെ നേതൃത്വത്തിലും ഒപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലും 3 സംഘങ്ങളായി മാറി അവിടെ പരിശോധനയൊക്കെ തന്നെ നടത്തി. പക്ഷേ ഇതുവരെയും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വിശദമായ പരിശോധന ഇത് സംബന്ധിച്ച് നടത്തും എന്നതാണ് വനംവകുപ്പ് അറിയിക്കുന്നത്.